വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. വേറെ ഒന്നുമില്ല, ഓണത്തിൻ്റെ ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ നേരെ പോയത് വാച്ച് കടയിലേക്കാണ്. എൻ്റെ വാച്ച് നന്നാക്കാൻ വേണ്ടി പോയത്. പുതിയ വാച്ചാണ്, ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ വിലേൻ്റെ വാച്ചൊന്നും അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നാക്കി എടുത്താൽ മതി വിചാരിച്ചിട്ട് അതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടി പോയതാണ്. ഈ കട കേട്ടോ ഞാൻ മിക്കപ്പോഴും വാച്ച് മേടിക്കൽ. പക്ഷേ ഈ വാച്ച് ഞാൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് മേടിച്ചത്. വലിയ വിലേൻ്റെ വാച്ചൊന്നും അല്ല. പിന്നെ പുതിയതായതുകൊണ്ട് പൊട്ടിപ്പോയതല്ലേ, നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഒരു ടേബിൾ മേടിക്കാനാണ് പോയത്. ഒരു ടേബിൾ മേടിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടേബിൾ. അപ്പോൾ അതൊരെണ്ണം മേടിച്ചു. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. പക്ഷേ ഞാൻ ഈ കടയിൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അല്ല കയറിയത്. ഈ ഒരു ഷാൾ കണ്ടിട്ടാണ് മേടിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഈ ഒരു ഷാൾ മാത്രമായിട്ട് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ഷാൾ മേടിച്ചു. ബാക്കി എല്ലാ കടയിലും ഞാൻ ഈ ഷാൾ ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് സെറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ സെറ്റ് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഷാൾ മാത്രം മതി. അങ്ങനെ ഇത് മാത്രം മതി, ബില്ല് ചെയ്തോ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനിത് ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രൈലൊക്കെ ചെയ്ത് നോക്കി. അപ്പം ഒന്നും നോക്കിയില്ല, ഇതൊരെണ്ണം എടുത്തു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഈ കടയിൽ തന്നെ എനിക്ക് ടോപ്പ് എടുക്കാൻ വരുള്ളൂ. കാരണം നല്ല കളക്ഷനുണ്ട്, റേറ്റും അത്യാവശ്യം കുറവാണ്. അങ്ങനെ നേരെ ഞങ്ങൾ ചേട്ടന് ഷർട്ട് എടുക്കാൻ പോയി. പക്ഷേ ഈ ഒരു കടയിൽ ഞങ്ങൾ വരാറില്ല ഷർട്ട് എടുക്കാൻ. പക്ഷേ ഈ ഒരു കട ഓണൊക്കെ അല്ലേ, അപ്പം നല്ല കളക്ഷൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ. പക്ഷേ നല്ല കളക്ഷനൊന്നുമില്ല, ഒന്നും വരാനായില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും ഷർട്ട് എടുത്തില്ല, പകരം ജീൻസ് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ലൂസാണെങ്കിൽ അവർ ടൈറ്റ് ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഷർട്ട് എടുക്കാൻ പോയി. ഈ കടയിലാണ് ഞാൻ ഷർട്ട് എടുക്കൽ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണത്തിന് 800 രൂപയുള്ളൂ. അതുമല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് വരികയും ചെയ്യാം. നല്ല കളക്ഷനും ഉണ്ട്. ഈ ഒരു 2 ഷർട്ടാണ് എടുത്തത്. പച്ച എനിക്കിഷ്ടപ്പെട്ട ഷർട്ടാണ്. അപ്പോൾ അത് 2 ഷർട്ടും എടുത്ത് നേരെ ഞങ്ങൾ പൂവ് മേടിക്കാൻ പോയി. പൂവല്ല, അത് ചേട്ടന് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മുല്ലപ്പ് മേടിച്ചു. പകരം ഞാൻ ഈ ഒരു റോസാപ്പും കൂടി എടുത്തു അവിടുന്ന് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കടഞ്ഞ കേട്ടോ. പിന്നെ പാർക്ക് ചെയ്തു. ഞങ്ങൾ നേരെ മോക്ക് ഉടുപ്പെടുക്കാൻ പോയി. ഈ ഒരു ഉടുപ്പാണ് എടുത്തത്. അവൾക്ക് ഇങ്ങനത്തെ കോട്ടനൊക്കെ ഇഷ്ടമുള്ളൂ. ഇങ്ങനെ കുത്തുന്നത് പൊന്തുന്നൊന്നും ഇഷ്ടമല്ല. മിക്കപ്പോഴും ഞാൻ അവൾക്ക് ട്രൗസർ, ടീഷർട്ട് അങ്ങനത്തെയൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പ് എടുത്ത് എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ സ്വന്തം ഇക്കാൻ്റെ കടയിൽ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോൾ ആദ്യം ചെയ്ത പണി ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യാൻ ഈ ഒരു ടേബിൾ ഞാനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവളെ കുഞ്ഞു കസേരയിൽ ഇരുന്നിട്ട് വലിയ കസേര ചേർത്ത് വെച്ചിട്ടാണ് അവൾ കളിക്കാറും ഓരോരോ പരിപാടിയൊക്കെ ചെയ്യാറ്. അപ്പം ഞാൻ വെച്ച് നല്ലൊരു കുഞ്ഞു ടേബിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ മേടിച്ചാണിത്. സംഭവം ആക്ച്വലി അവൾക്ക് എന്താണെന്ന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അവൾക്കുള്ളത് തന്നെയാണോ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് അവൾക്ക് മനസ്സിലായത്. പക്ഷേ ഈ ഒരു ചെയറിൻ്റെ കൂടെ അത് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാനത് കിടക്കയിൽ അവളെ ഇരുത്തിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. നല്ല ടേബിളായിരുന്നു. കാരണം പിന്നെ ഇവിടെ ABCD പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ഇതിൻ്റെ വേറൊരെണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.